Hi friends, welcome to Commerce Bytes. I hope you people are all doing well. Commerce Bytes in the YouTube channel we are having 12 playlist. അതിൽ പ്ലേലിസ്റ്റ് 11 വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പേപ്പർ 1-ന് വേണ്ടിയിട്ടാണ് ആൻഡ് ലാസ്റ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു ആർ എ കൊമേഴ്സ് കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 11 പ്ലേലിസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മളൊരു 95% അല്ലെങ്കിൽ ഒരു 96% പോർഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് അത് പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 2020, 2019, 2017 എന്നിങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ യുവർ ആക്സസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2017 നമുക്കറിയാം കേരള സെറ്റിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2 സെറ്റായിട്ടാണ് അല്ലേ, ഒന്ന് ഫെബ്രുവരിയിലും ഒന്ന് ഓഗസ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു മന്തിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഫെബ്രുവരി സീരീസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ടേക്ക് എ ലുക്ക് ഇൻ ടു ദാറ്റ് സീരീസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റിൻ്റെ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിലെ പാർട്ട് 7 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈച്ച് സീരീസിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് വെച്ച് ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ 6 ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നു എന്നല്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് അതിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനെ പറ്റി നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ദിസ് വീഡിയോസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, so let's move to our question paper discussion. Today also we are having 6 questions as a bunch. So the first question is on the term anecdotal observation. നമ്മൾ കുറേ അധികം കേട്ടിട്ടുണ്ടാവും അല്ലേ, anecdotal observation. അത് ഒരു ഇറ്റ് ഈസ് എ റെക്കോർഡ്, ഇറ്റ് ഈസ് ആൻ ഒബ്സർവേഷൻ റിട്ടൺ ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി. ഒരു കുട്ടീനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ, കുട്ടിക്ക് സ്കൂളിലുണ്ടായ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഒരു ലിറ്റിൽ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ അവരുടെ ടീച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയെയാണ് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി നോട്ടഡ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ അനക്ഡോട്ടൽ ഒബ്സർവേഷനെ പറ്റി കേൾക്കുന്നതെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഫോർ അനക്ഡോട്ടൽ ഒബ്സർവേഷൻ. ഒന്നില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഇഫ് യു ആർ വാച്ചിങ് ദാറ്റ് ഡെയിലി ടോപ്പ് മിനി സീരീസ്. ഓക്കെ, സോ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ റെക്കോർഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഒബ്സർവേഷൻ റിട്ടൺ ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി. ഒരു ഷോർട്ട് സ്റ്റോറി പോലെയാണ് നമ്മൾ ആ ഒരു ഇവൻറ്റ് എന്താണോ നടന്നത് എന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് എന്നാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു അനക്ഡോട്ടൽ ഒബ്സർവേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ ഇസ് കണ്ടക്റ്റഡ് ഇൻ റിയൽ ലൈഫ് സെറ്റിംഗ്. യെസ്, ദാറ്റ്സ് ട്രൂ. സോ ഞാനിവിടെ അനക്ഡോട്ടൽ ഒബ്സർവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു അനക്ഡോട്ടൽ ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ അത് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ പാർട്ട് എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഒബ്സർവിങ്, ഓപ്ഷൻ ബി ലിസ്ണിംഗ്, ഓപ്ഷൻ സി ക്വസ്റ്റനിങ് ആൻഡ് ഓപ്ഷൻ ഡി കമൻറ്റിങ്. സോ ഈ 4 ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബി ദാറ്റ് ഇസ് ലിസ്ണിംഗ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബിക്കോസ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മളുടെ സെൻഡർ റിസീവറിനോട് പറയുന്ന കാര്യം ലിസൺ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സെൻഡർ എന്താണോ പറയുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ലിസൺ ചെയ്താൽ മാത്രമാണ് റിസീവർക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ലിസ്ണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ,
Going to the next question, expansion of PDF. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ കോഡാണ് PDF എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡോക്യുമെൻറ്റ്സും സേവ് ആവുന്നത് PDF എന്നുള്ള രീതിയിലാണ്. പക്ഷേ കുറച്ചെങ്കിലും ഒരു പെർസെൻറ്റേജ് സ്റ്റുഡൻസിന് ഈ PDF ഫുൾ ഫോം അറിയുന്നുണ്ടാവില്ല, റൈറ്റ്? സോ PDF ഫുൾ ഫോം ആയിട്ട് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് പോർട്ടബിൾ ഡേറ്റ ഫ്രെയിം, ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻറ്റബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻറ്റബിൾ ഡേറ്റ ഫ്രെയിം. So here the answer will be option A, that is portable document format എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു PDF ഒരു ഫയൽ ഫോർമാറ്റാണ് വിച്ച് ഇസ് യൂസ് ടു പ്രസൻറ്റ് ദി ഡോക്യുമെൻറ്റ്സ് ഇൻ എ സ്പെഷ്യൽ മാനർ. ഒരു സ്പെഷ്യൽ രീതിയിൽ തന്നെ ഡോക്യുമെൻറ്റ്സിനെ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫയൽ ഫോർമാറ്റാണ് PDF അല്ലെങ്കിൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് ദിസ് പോയിൻ്റ് ഇസ് ഓൾ ക്ലിയർ ടു യു. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് വളരെയധികം യൂസ്ഫുൾ ആണ് നമ്മളുടെ ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ. നമ്മളതിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമേജസ് ആയിരിക്കാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓപ്പൺ ഓൺ എനി OS മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് ഈ പറഞ്ഞ PDF നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് PDF, എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഞാൻ ഇതിനു മുന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റിസർച്ച് ബേസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് അത് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഓർഡർ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഓരോ ഓപ്ഷനിലും, ഇപ്പോൾ ഓപ്ഷൻ എയിൽ ഇത് ജംബിൾഡ് അപ്പ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിലും സിയിലും ഡിയിലും അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. സോ അത് നമ്മൾ വേണം ചെക്ക് ചെയ്യാൻ. ഇത്ര അധികം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ, അത് ഇതുപോലെ സ്റ്റെപ്സ് ഉള്ള റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റത്തെ പോയിൻ്റ് എപ്പോഴും റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് റിപ്പോർട്ടിംഗ് എന്നുള്ള പോയിൻ്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വരുന്നത് ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് അവിടെ പ്രോബ്ലം എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ, ഡിഫൈൻ, ഡെഫിനിഷൻ. ഐഡൻറ്റിഫിക്കേഷൻ, ഡിഫൈൻ ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ, നമ്മളതിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും, അല്ലേ? H0, H1 എന്ന രണ്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ നൾ ഹൈപ്പോത്തിസിസും നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബേസിസിൽ ഡേറ്റ കളക്ട് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോത്തിസിസ് നമ്മൾ വെരിഫൈ ചെയ്യും. ആൻഡ് നമുക്ക് എൻഡ് റിസൾട്ട്സിൽ കിട്ടുന്നതാണ് റിപ്പോർട്ട് റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ദി പ്രോബ്ലം. ദെൻ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർത്തോളൂ, അവിടെ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കിട്ടിയ ഡേറ്റ നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് ഈ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെച്ച ഹൈപ്പോത്തിസിസ് കൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് റിപ്പോർട്ട് റിസൾട്ട്സ് എന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. ലാസ്റ്റത്തെ പോയിൻ്റ് റിപ്പോർട്ട് റിസൾട്ട്സ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇപ്പോൾ ഓപ്ഷൻ ബിയും ഡി ആണ് ലാസ്റ്റത്തെ ഓപ്ഷൻ വരുമ്പോൾ റിപ്പോർട്ട് റിസൾട്ട്സ് എന്ന് വന്നത്. ഇവിടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2-3 സ്റ്റെപ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. നൗ മൂവിങ് ടു ദ 5th ക്വസ്റ്റ്യൻ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എല്ലാം മോഡൽസാണ്. എൻ്റെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈവൻ ദോ നമുക്കൊരു റിവിഷൻ ആയിക്കോട്ടെ, അല്ലേ?
നമുക്ക് നോക്കാം ഏതൊക്കെ മോഡൽസാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന്. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ജെറോം ബെർണർ. ഞാനിവിടെ കറക്റ്റായിട്ടുള്ള പെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് എൻക്വയറി ട്രെയിനിങ് മോഡൽ. നമ്മളുടെ ആരുടെയെങ്കിലും കസിൻസിൻ്റെ പേര് ഇപ്പോൾ റിച്ചാർഡ് എന്നാണെങ്കിൽ ജസ്റ്റ് കണക്ട് വിത്ത് ഹിം ആസ് എൻക്വയറി. റിച്ചാർഡ് എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ റിച്ചാർഡ് എന്ന് പറയുന്ന ബ്രദർ എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ട് നടക്കും. അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ടു റിമെമ്പർ. ഓക്കെ, സോ എൻക്വയറി ട്രെയിനിങ് മോഡൽ പ്രപ്പോസ് ചെയ്തത് റിച്ചാർഡ് സച്ച്മാൻ ആണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ്. അത് ഈസി ആയിട്ട് ഓർക്കാനായിട്ട് അഡ്വാൻസ് ഒസബിൾ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബിൾ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ജസ്റ്റ് ഇങ്ങനെ തിങ്കിങ് ചെയ്ത് നടക്കേണ്ട ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ അത് ഹിൽഡ തബ ആണ്. ഓക്കെ, so now let's move to the last question. The term action in action research implies. കണ്ടോ, ഞാൻ നിങ്ങളോട് റിസർച്ച് സീരീസിലാണെങ്കിലും എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോർഷനാണ് ഈ റിസർച്ചിൻ്റെ സെക്ഷൻ. റിസർച്ചിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ, ആക്ഷൻ റിസർച്ച് അവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോർഷനാണ്. അതുകൊണ്ട് ആക്ഷൻ റിസർച്ചിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള വളരെയധികം ചാൻസസ് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതും അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്രൈമറി ഡേറ്റ ആർ കളക്റ്റഡ്. ഓപ്ഷൻ ബി, സ്റ്റഡി ലീഡ്സ് ഡയറക്ട്ലി ടു ആക്ഷൻ. Teacher are directly involved. And option D, study is scientific in nature. And here the answer will be option B, that is study leads directly to action. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, റിസർച്ചിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 100% എക്സ്പെക്റ്റ് ചെയ്തോളൂ. ആ സെക്ഷനിൽ നിങ്ങൾ സമയം എടുത്ത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. വി ആർ ഹാവിങ് എ സെപ്പറേറ്റ് സീരീസ് ഫോർ ദാറ്റ്. റിസർച്ച് സീരീസ് എന്ന് പറഞ്ഞ് ഒരു കംപ്ലീറ്റ് ബ്രഷപ്പ് നമ്മൾ ചെയ്യുന്ന സീരീസാണ് റിസർച്ച് സീരീസ്. നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും, അതുപോലെ തന്നെ യൂസ്ഫുള്ളായിരിക്കും. Trust us and just check out all the videos and take down all the points. എന്നിട്ട് നിങ്ങൾ ആ ഒരു നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി. റിസർച്ച് സീരീസിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം കവർ ചെയ്തിട്ടാണ് ഓരോ സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് കാണണം എന്നുള്ളത്. Take my word. So that's it for now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.